ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി കാത്തിരിക്കുന്നു. അവയെ ഒരുമിച്ച് ആഘോഷിക്കുന്നതിൽ നാം സന്തോഷം കണ്ടെത്തുന്നു. അതേ സന്തോഷത്തോടെ തന്നെ നമുക്ക് കേരളപ്പിറവി ദിനത്തെയും വരവേൽക്കാം. ഞാൻ ഭാഗ്യ സുബിൻ, മദർ ഇന്ത്യ പബ്ലിക് സ്കൂളിന്റെ കേരളപ്പിറവി ആഘോഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നവംബർ 1 നമ്മുടെ കേരളം രൂപീകരിക്കപ്പെടുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ ജനിക്കാൻ സാധിച്ചത് നമ്മളുടെ ഏവരുടെയും ഭാഗ്യമാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുന്നു. ഒട്ടും വൈകിക്കാതെ നമുക്ക് ആഘോഷങ്ങൾ തുടങ്ങാം. ദീപം തെളിയിച്ചു വേണം നാം ഓരോ ആഘോഷത്തെയും വരവേൽക്കാൻ. ബഹുമാന്യനായ പ്രിൻസിപ്പലിനെയും മുഖ്യ അതിഥിയെയും ഞാൻ ദീപം തെളിയിക്കുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. Very good morning, my dear children, teachers, parents. Today is November 1st, Kerala Piravi, the birth of our state of Kerala. We just created on 1st of November 1956. When we celebrate Kerala Piravi, I'm thinking about our mother tongue, because as far as the school is concerned, this is very important. Of course, you learn a lot about Kerala Piravi and its implications in social studies. But then now I would like to talk about our Malayalam language. I mean, the mother tongue Malayalam. As far as a child is concerned, it is very important to know about our birthplace, and we should be very proud of speaking our mother tongue. I mean, good Malayalam, which is our mother tongue. It says mother tongue always develops a child's personal, social, and cultural identity wherever you are. When you go out of Kerala, out of the country, you will see that the language is creating a lot of impact in your life. That creates a cultural identity wherever you are. Using mother tongue helps a child to develop easily their critical thinking, their literacy skills, because every time we think through our mother tongue, this is the reason why. Of course, we give importance to English and Hindi because English is our international language, and where we can communicate very easily wherever we are with any person. And Hindi, of course, our national language is also important, but mother tongue is not. We cannot equate anything with that. So research shows that children learning in mother tongue adopt a better understanding of the curriculum. So our intention is to develop good
Malayalam language skills in children, for which one should be proud of himself. So today we celebrate Kerala Piravi, and we are going to conduct a variety of programs. The intention is to develop the language skills in children, and I wish all the best to all children for their successful presentation of each and every item, variety of programs on this, on this Kerala Piravi Day. So thank you very much. Thank you all the best. നവംബർ 1 കേരളത്തിന്റെ 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങൾ ഏവർക്കും എന്റെ കേരള പിറവി ദിന ആശംസകൾ. നമുക്ക് അഭിമാനിക്കാം ഒരു കേരളീയൻ എന്ന നിലയിൽ. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന വിളിപ്പേരുള്ള നമ്മുടെ കൊച്ചു കേരളം പ്രകൃതി രമണീയമായ ഭൂപ്രദേശങ്ങളാൽ അനുഗ്രഹീതമാണ്. പർവ്വത ശിഖരങ്ങളും താഴ്വരകളും നദികളും കായലുകളും കടലോരങ്ങളും കൊണ്ട് സമ്പന്നമായ നമ്മുടെ കേരളം വിദേശികളുടെ പറുദീസയാണ്. കാലാവസ്ഥയും പ്രകൃതിയും പോലെ തന്നെ ആകർഷകമാണ് ഇവിടുത്തെ കലാ സാംസ്കാരിക പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും പൂരങ്ങളും. സാംസ്കാരികതയോട് ചേർന്ന് നിൽക്കുന്ന മതസൗഹാർദ്ദവും കേരളത്തിന്റെ പ്രത്യേകതയാണ്. ഈ മനോഹര നാടിന്റെ അതുല്യ സൗന്ദര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം. പ്രകൃതിയെ അമ്മയായി കണ്ട് ആദരിക്കാനും പ്രകൃതി നൽകുന്ന വിഭവങ്ങൾ എളിമയോടെ സ്വീകരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും എല്ലാം നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാർഷികം, വ്യാവസായികം, വിദ്യാഭ്യാസം, ശാസ്ത്ര സാങ്കേതികം തുടങ്ങിയ എല്ലാ മേഖലകളിലും കേരളം കൈവരിച്ച പുരോഗതി എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഓരോ നാടിന്റെയും സംസ്കാരം വിളിച്ചോതുന്നതാണ് ഭാഷകൾ. ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ വിരിയും എന്റെ കേരളം. തുഞ്ചനും കുഞ്ചനും ലാളിച്ച മധുര മലയാളമാണ് നമ്മുടെ ഭാഷ. മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതൃഭാഷയെ പെറ്റമ്മയായും മറ്റുള്ള ഭാഷകളെ പോറ്റമ്മയായും വേണം കാണാൻ എന്നതാണ് വള്ളത്തോൾ നാരായണ മേനോൻ തന്റെ കവിതയിലൂടെ പറയുന്നത്. എത്ര ഭാഷകൾ പഠിച്ചാലും നമ്മുടെ മാതൃഭാഷ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ ഭാഷയും സംസ്കാരവും നിലനിർത്തി വേണം മറ്റുള്ള ഭാഷകൾ പഠിക്കുവാൻ. നമുക്ക് സ്നേഹിക്കാം നമ്മുടെ കേരളത്തെ. നമുക്ക് മറക്കാതിരിക്കാം മലയാള ഭാഷയെ, മലയാളത്തിന്റെ നന്മയെ, സ്നേഹത്തെ, വാത്സല്യത്തെ. ചേർത്ത് പിടിക്കാം നമ്മുടെ സംസ്കാരത്തെ. സ്നേഹത്തോടെ ഏവർക്കും എന്റെ കേരള പിറവി ദിന ആശംസകൾ. അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമുക്ക് ആഘോഷങ്ങൾ ആരംഭിക്കാം. നമസ്കാരം, ഞാൻ നക്ഷത്ര 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സംസർഗം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകുന്നു എന്ന് തെളിയിക്കുന്ന 2 തത്തകളുടെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ഒരിക്കൽ ഒരു മരത്തിൽ സുന്ദരിയായ ഒരു തത്തമ്മ താമസിച്ചിരുന്നു. ആ തത്തമ്മയ്ക്ക് 2 കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നു. ഒരിക്കൽ തത്തമ്മ ആഹാരം തേടി പുറത്തു പോയ സമയത്ത് ഒരു വേടൻ വന്ന് മരത്തിൽ കയറി ആ കുഞ്ഞുങ്ങളെ എടുത്തു. കുഞ്ഞുങ്ങളെ എടുത്ത് സഞ്ചിയിലിടുന്ന സമയത്ത് ഒരു തത്തക്കുഞ്ഞ് രക്ഷപ്പെട്ടു. പക്ഷേ ഒരെണ്ണത്തിനെ അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയി. രക്ഷപ്പെട്ട തത്തക്കുഞ്ഞിനെ ഒരു സന്യാസി കാണുകയും ആ സന്യാസി അതിനെ എടുത്ത് തന്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഒരു തത്തക്കുഞ്ഞ് ആശ്രമത്തിലും ഒരു തത്തക്കുഞ്ഞ് വേടന്റെ വീട്ടിലും വളർന്നു. ഒരിക്കൽ ഒരു രാജാവ് നായാട്ടിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ വേടന്റെ വീടിന്റെ സമീപം വന്നു. അപ്പോൾ അയാൾ ഒരു തത്തയെ കാണുകയുണ്ടായി. അപ്പോൾ ആ തത്ത പറഞ്ഞു, "ഈ യജമാന, നമ്മുടെ വീട്ടിലേക്ക് ആരോ വരുന്നു. വേഗം അമ്പും വില്ലുമെടുത്ത് അയാളെ കൊല്ലൂ." ഇത് കേട്ടപ്പോൾ രാജാവിന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, "ഓ, ഒരു നീചനും ക്രൂരനുമായ തത്തയാണിത്. അവന്റെ യജമാനനും വളരെ നീചനും ക്രൂരനുമായിരിക്കും." അങ്ങനെ ആ രാജാവ് ദാഹം തീർക്കാൻ ഒരു ആശ്രമത്തിൽ കയറുകയുണ്ടായി. ആ ആശ്രമത്തിലും അതുപോലത്തെ ഒരു തത്തയെ അദ്ദേഹം കാണുകയുണ്ടായി. അയാൾ വിചാരിച്ചു, ഇതും വേറൊരു നീചനും ക്രൂരനുമായ തത്തയായിരിക്കും. പക്ഷേ രാജാവിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ തത്ത പറഞ്ഞു, "വരണം മഹാരാജൻ, വരണം. നമ്മുടെ ആശ്രമത്തിലേക്ക് അതീവ സന്തോഷത്തോടെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു." ഇത് കേട്ടപ്പോൾ രാജാവ് കൂടിനടുത്ത് ചെന്ന് പറഞ്ഞു, "ഞാൻ വളരെ സന്തുഷ്ടനാണ് നിന്നെ പോലെയുള്ള ഒരു സ്നേഹമുള്ള തത്തയെ കണ്ടതിൽ.
പക്ഷെ നിന്നെ പോലെയുള്ള ഒരു തത്തയെ ഞാൻ കണ്ടു. അവൻ വളരെ നീചനും ക്രൂരനുമായിരുന്നു. അപ്പോൾ ആ തത്ത ചോദിച്ചു, അവൻ ഒരു വേടന്റെ കൂടെയാണോ താമസിക്കുന്നത്? അപ്പോൾ രാജാവ് പറഞ്ഞു, അതെ, പക്ഷെ അത് നിനക്കെങ്ങനെ അറിയാം? അപ്പോൾ തത്ത കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് എന്റെ പ്രിയ സഹോദരനാണ്. ഒരിക്കൽ ഞങ്ങൾ കൂട്ടിൽ തനിച്ചായിരുന്നപ്പോൾ ആ വേടൻ വന്ന് ഞങ്ങളെ പിടിച്ചു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ അവനെ എടുത്തുകൊണ്ടുപോയി. അയാൾ വളരെ നീചനും ക്രൂരനുമായിരുന്നു. അതുകൊണ്ട് ആ സ്വഭാവം അവന് കിട്ടി. പക്ഷേ എന്റെ യജമാനൻ വ്യത്യസ്തനായിരുന്നു. ഇത് കേട്ടപ്പോൾ രാജാവിന് സന്തോഷമായി. രാജാവ് ആ തത്തയെ പ്രകീർത്തിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. സംസർഗം കൊണ്ട് ഗുണവും ദോഷവും ഉണ്ടാകും. നന്ദി, നമസ്കാരം. മാന്യസദസ്സിന് എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു ചെറുകഥ പറയാനാണ്. കഥയുടെ പേര് കർഷകന്റെ കിണർ. പണ്ട് മുഗൾ വംശ രാജാവായ അക്ബർ രാജ്യം ഭരിക്കുന്ന കാലം. ഒരു ദിവസം അക്ബറിന്റെ കൊട്ടാരത്തിൽ വിചിത്രമായ ഒരു പരാതിയുമായി ഒരു കർഷകൻ എത്തുകയുണ്ടായി. അക്ബർ ആ കർഷകനോട് തന്റെ പരാതി എന്താണെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഞാനൊരു കർഷകനാണ്. കൃഷിയിടം നനയ്ക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കുമായി അടുത്ത സ്ഥലയുടമയായ ഒരു ധനികന്റെ പക്കൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ചു സ്ഥലം വാങ്ങിയിരുന്നു. ഇത് കേട്ട അക്ബർ ചക്രവർത്തി ചോദിച്ചു, അത് നല്ല കാര്യമാണല്ലോ, ഇപ്പോൾ എന്താണ് പ്രശ്നം? കർഷകൻ പറഞ്ഞു, ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ കിണറ്റിൽ നിന്നും അദ്ദേഹം എന്നെ വെള്ളമെടുക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഇത് കേട്ടതും അക്ബർ ചക്രവർത്തി ആശ്ചര്യപ്പെട്ടു. അതെന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? അക്ബർ ചോദിച്ചു. അയാൾ പറയുന്നത്, കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നത്. കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ്, അതെടുക്കാൻ പാടില്ല. കർഷകൻ മറുപടി പറഞ്ഞു. ഇതൊരു വിചിത്രമായ വാദമാണല്ലോ, അക്ബർ ചക്രവർത്തി മനസ്സിൽ കരുതി. പരാതി എത്രയും വേഗം പരിഹരിക്കുന്നതിനായി തന്റെ മന്ത്രിയായ ബീർബലിനെ അദ്ദേഹം ഏർപ്പാടാക്കി. ബീർബൽ ആ കർഷകനോടൊപ്പം അദ്ദേഹത്തിന്റെ പരാതി സ്ഥലത്തെത്തി. അദ്ദേഹം കർഷകൻ വാങ്ങിയ സ്ഥലം നോക്കിയ ശേഷം ധനികനെ കണ്ടു. ബീർബൽ അയാളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? ഇതിന് മറുപടിയായി, ഞാൻ അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് കൊടുത്തത്, അതിലെ വെള്ളം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളമെടുക്കാൻ അനുവദിക്കുകയില്ല എന്ന വിചിത്രമായ വാദം ധനികൻ വീണ്ടും ആവർത്തിച്ചു. ധനികൻ കർഷകനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ബീർബൽ ധനികന്റെ അതിബുദ്ധിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു. ഒരു നിമിഷം ചിന്തിച്ചതിനു ശേഷം ബീർബൽ ധനികനോട് ഇപ്രകാരം ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് നൽകിയത്, വെള്ളമല്ല. അങ്ങനെയാണെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വറ്റിക്കണം, അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിന് വാടക കർഷകന് നൽകണം. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ബീർബലിന്റെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അയാൾ ബീർബലിനോട് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളമെടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. നമസ്കാരം. കാടും പുഴകളും മരങ്ങളും പൂക്കളും കിളിപ്പാട്ടുകളും ഒക്കെ ചേർന്ന് മനോഹരമായ നാട് നമ്മുടെ കേരളം. എന്റെ ചെറുപ്പകാലത്തൊക്കെ ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റ് ഉണരുന്ന പുലർക്കാലങ്ങളും പുസ്തകസഞ്ചിയും ചോറ്റുപാത്രവുമായി പള്ളിക്കൂടങ്ങളിലേക്ക് കൂട്ടുകാരുമൊത്ത് ആർത്തുല്ലസിച്ചുള്ള പോക്കുമൊക്കെയായിരുന്നു. നീർച്ചാലുകളിൽ ചാടി വെള്ളം തട്ടിത്തെറിപ്പിച്ച് നടന്നത് എന്റെ ഓർമ്മയിലുണ്ട്. കിളിപ്പാട്ടുകൾക്ക് മറുപാട്ട് പാടുമായിരുന്നു ഞങ്ങൾ. കേരള വർണ്ണനയിൽ ഓണവിശേഷങ്ങൾ മുഖ്യമാണല്ലോ. പൂക്കൾ തേടിപ്പോകൽ, പൂ പറിക്കൽ, പൂയിടൽ, ചാണകമൊക്കെ മെഴുകി പൂത്തട്ടുണ്ടാക്കി പൂയിടുന്നതും ആർപ്പു വിളിക്കുന്നതും ഓണത്തിന്റെ നിറവും സുഗന്ധവും ആഹ്ലാദവുമൊക്കെ ഞാൻ ഓർക്കുന്നു. പക്ഷെ എല്ലാത്തിനും ഇന്ന് കൃത്രിമത്വം വന്നിരിക്കുന്നു. കാടും പുഴകളും പൊന്തകളുമൊക്കെ ഇന്ന് എവിടെ? എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ളതിനെങ്കിലും നമുക്ക് സംരക്ഷിക്കാം. പ്രളയക്കെടുതി പോലുള്ള പ്രകൃതി ദുരന്തങ്ങളും മഹാമാരികളും ഒന്നുമില്ലാത്ത നന്മ നിറഞ്ഞ പുതുവർഷങ്ങളാകട്ടെ ഇനി കേരളത്തിലെന്ന്
നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പന്ത്രണ്ടു മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ. 12 രാശിയും നീറ്റുമമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണത്തിമിരമില്ല. ഉള്ളിനഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചിറ്റുന്ന നഗ്നമാം
പോകുന്നത്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടിട്ട് ഇപ്പോൾ 65 വർഷം തികയുന്നു. 65 വർഷത്തിനിടെ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ഏറെയാണ്. രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കേരളം ഒരു പടി മുന്നിലാണ്. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങൾ ചേർന്നാണ് കേരളം രൂപം കൊണ്ടത്. കേരളം എന്ന പേര് ലഭിച്ചതിനെ തുടർന്ന് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. പരശുരാമൻ എറിഞ്ഞ മഴു അറബിക്കടലിൽ വീഴുകയും ആ പ്രദേശം കേരളമായി രൂപം കൊള്ളുകയും ചെയ്തു എന്നതാണ് ഒരു ഐതിഹ്യം. കേരവൃക്ഷങ്ങൾ നിരവധിയായി കാണുന്ന പ്രദേശമായതുകൊണ്ടാണ് കേരളം എന്ന പേര് കിട്ടിയത് എന്നതാണ് മറ്റൊരു ഐതിഹ്യം. ചേര രാജാക്കന്മാർ അടക്കി ഭരിച്ചിരുന്ന കേരളം പിന്നെ കേരളമായി രൂപം കൊണ്ടു എന്നതാണ് മറ്റൊരു ഐതിഹ്യം. എല്ലാവർക്കും എൻ്റെ കേരളപ്പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം. വിനോദ് പോക്കോട് രചിച്ച കാട്ടുപൂവെന്ന കവിതയാണ് ഞാനിവിടെ ചൊല്ലുവാൻ പോകുന്നത്. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ല് പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മോഹങ്ങളും. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. കൃഷ്ണ തുളസി കതിർത്തുമ്പ് മോഹിക്കും നിന്റെ ഈ വാർമുടിച്ചുരുളിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. പൂജയ്ക്കെടുക്കാത്ത പൂവായ ഞാനും മോഹിച്ചിടുന്നു നിന്നരികിലെത്താൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു ഞാൻ. മണമില്ല, മധുവില്ല, പൂജയ്ക്കെടുക്കില്ല, താനേ വളർന്നൊരു കാട്ടുപൂവാണു. നമസ്കാരം. ഗുഡ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. ഇടുക്കി ഇടമലയാർ തുറന്നു. അതിർത്തിയിൽ ചൈനയുടെ നിർമ്മാണ പ്രവർത്തനം കൂടി. ചെറുതോണിയിൽ ഒഴുകിയത് സെക്കൻഡിൽ 1,00,000 ലിറ്ററുകൾ. ഇന്ന് രാജ്യത്ത് 13,000 പുതിയ കോവിഡ് രോഗികൾ. പേമാരി സാധ്യത. കേരളത്തിൽ വരുന്ന 5 ദിവസം കൂടി ഇടിമിന്നലോടെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കൊല്ലം, ആലപ്പുഴ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ മഞ്ഞ അലർട്ടും. തിരുവനന്തപുരത്ത് ഇപ്പോഴുള്ള സാഹചര്യം എങ്ങനെയാണ് പ്രിയ? ശിഖ, നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഇവിടെ തിരുവനന്തപുരത്തുള്ളത്. എന്തെന്നാൽ ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ളും വെള്ളക്കെട്ടുകളായിരുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആൾക്കാരെല്ലാം തിരിച്ചു വരികയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള വെള്ളം പെട്ടെന്ന് തന്നെ മാറുകയും ഇവിടെയുള്ള മഴ മേഘങ്ങൾ മാറുകയും നല്ല തെളിഞ്ഞ ആകാശം. പ്രിയ, ഒരു നിമിഷം, നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത കിട്ടിയിരിക്കുകയാണ്. ഓക്കെ ശിഖ, ഇപ്പോൾ കിട്ടുന്ന പ്രധാന വാർത്തയാണ് ചെറുതോണിയിൽ വെള്ളം കുറഞ്ഞു എന്ന്. ഇതോടെ വാർത്ത അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ അമിക, 7ാം ക്ലാസ്സിൽ നിന്ന്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് മാന്ത്രിക മരം എന്ന കഥ പറയാനായിട്ടാണ്. ഒരു ദിവസം ടോണി അച്ഛനോടൊപ്പം നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവിടെ
കുറെ പേർ മരം വെട്ടി മരത്തടി വണ്ടിയിൽ കയറ്റുന്നത് കണ്ടു. ഇത് കണ്ട ടോണിയും അച്ഛനും പറഞ്ഞു, ഓ, ആ മരത്തടി എല്ലാം ഉരുണ്ട് അവരുടെ തലയിൽ വീണാലും. ഇത് കേട്ട് അച്ഛൻ പറഞ്ഞു, മോനെ അങ്ങനെയൊന്നും പറയരുത്, മനസ്സ് നല്ലത് മാത്രം ചിന്തിക്കും. ടോണി കുറ്റബോധത്തോടെ അച്ഛനെ നോക്കി. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാനൊരു കഥ പറയാം. പണ്ട് കേശുറാം എന്നയാൾ ദൂരെ പട്ടണത്തിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു. ഒരു കാട്ടിലൂടെയാണ് യാത്ര. നടന്ന് തളർന്ന ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വിചാരിച്ചു. അതൊരു മാന്ത്രിക മരമായിരുന്നു. ആ മരച്ചുവട്ടിലിരുന്ന് നമ്മൾ എന്താഗ്രഹിച്ചാലും അത് നടക്കും. ഇത് കേശുറാമിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹം മരച്ചുവട്ടിൽ ഒരു കട്ടിലുണ്ടായിരുന്നെങ്കിൽ സുഖമായി കിടക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഒരു ഉഗ്രൻ കട്ടിൽ അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷമായി. അദ്ദേഹം അത് കയറി. എന്നിട്ട് അദ്ദേഹം വിളിച്ചു, വിശന്നിട്ട് വയ്യ, കഴിക്കാൻ ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ അതാ ഒരു മേശ നിറയെ വിഭവസമൃദ്ധമായ ഭക്ഷണം. അദ്ദേഹം അതെല്ലാം കഴിച്ചു. എന്നിട്ട് വിചാരിച്ചു, ഇനി ഒരു 2 മണിക്കൂർ കിടന്നു. അപ്പോൾ വല്ല കടുവയും വന്നാലോ? പറഞ്ഞു തൊഴുന്നതേ ഉള്ളൂ, എന്ന് വിളിച്ചുകൊണ്ട് ഒരു കടുവ അദ്ദേഹത്തിന്റെ മേൽ ചാടി അദ്ദേഹത്തിന്റെ കഥ കഴിച്ചു. ഒന്ന് നിർത്തിയിട്ട് ടോണിയുടെ അച്ഛൻ പറഞ്ഞു, കണ്ടില്ലേ, മനസ്സ് നല്ലത് മാത്രം ചിന്തിച്ചാൽ നല്ലത് മാത്രമേ നടക്കൂ. മോശം കാര്യം ചിന്തിച്ചാലോ മോശം കാര്യമേ നടക്കൂ. നന്ദി. ഞാൻ മദർ ഇന്ത്യ പബ്ലിക് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നവമീജി. നിങ്ങളെല്ലാവരും പുറത്തു പോകുന്നവരല്ലേ? അങ്ങനെ പുറത്തു പോകുന്ന സമയം സൂര്യരശ്മികൾ പതിച്ച് നിങ്ങളുടെ ചർമ്മത്തിന് കേടുപാടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ കേടുപാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയും അത് വരാതിരിക്കാൻ വേണ്ടിയും ഞാൻ നിങ്ങൾക്കൊരു ഉൽപ്പന്നം പരിചയപ്പെടുത്തി തരാം. നമ്മുടെ കമ്പനിയുടെ ഏറ്റവും പുതുതായിട്ടുള്ള ഒരു സൂര്യ സംരക്ഷണ ക്രീമാണിത്. ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ചർമ്മം നല്ലതുപോലെ തിളങ്ങുകയും സൂര്യരശ്മികൾ കാരണം ഉണ്ടായ കേടുപാടുകളൊക്കെ മാറുകയും ചെയ്യും. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. പിന്നെ ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് മാറ്റുകയില്ല എന്നുള്ള ഇത് എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയ്ക്ക് ഉപയോഗകരമായിട്ടുള്ള ഒരു ഉൽപ്പന്നം തന്നെയാണിത്. അതും നല്ല തുച്ഛമായ വിലയിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ചർമ്മത്തിനൊക്കെ വേണ്ടി നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ചു നോക്കും. നന്ദി, നമസ്കാരം. നമസ്കാരം. പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ട്. ഇടിമിന്നലോടുകൂടി മഴയ്ക്ക് സാധ്യത. ഇടുക്കി അണക്കെട്ട് തുറന്നപ്പോൾ 1 മണിക്കൂറിൽ ഒഴുകിയത് 5.6 ലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളം. ഈ മാസം 21 ദിവസം കൊണ്ട് 252 കോടി രൂപയുടെ വൈദ്യുതിക്ക് ആവശ്യമായ വെള്ളം ഇടുക്കിയിലെത്തി. പെട്രോൾ ഡീസൽ വില ഇന്നും കൂടി. മാറ്റിവെച്ച +1 പരീക്ഷ 26-ാം തീയതി. സമയക്രമത്തിൽ മാറ്റമില്ല. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്ത് 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. തെക്കൻ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ട ചക്രവാത ചുഴി കാരണം 4 ദിവസത്തേക്കാണ് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇടുക്കി അണക്കെട്ട് തുറന്നപ്പോൾ 1 മണിക്കൂറിൽ ഒഴുകിയത് 5.6 ലക്ഷം യൂണിറ്റ് വൈദ്യുതിക്കുള്ള വെള്ളം. ഈ മാസം 21 ദിവസം കൊണ്ട് 252 കോടി രൂപയുടെ വൈദ്യുതിക്ക് ആവശ്യമായ വെള്ളം ഇടുക്കിയിലെത്തി. ഇത്തവണ ഇടുക്കി അണക്കെട്ട് തുറന്ന് ഒഴുക്കിവിട്ടത് 18.30 കോടി രൂപയുടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം. 4 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള വെള്ളമാണ് 3 ദിവസം കൊണ്ട് ഒഴുകിയത്. ചൊവ്വാഴ്ച 11 മണിക്കാണ് ഇടുക്കി അണക്കെട്ടിന്റെ 3 ഷട്ടറുകൾ തുറന്നത്. സെക്കൻഡിൽ 1,05,000 ലിറ്റർ വെള്ളം വീതം പുറത്തേക്ക് ഒഴുകി. പെട്രോൾ ഡീസൽ വില ഇന്നും കൂടി. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില ഇന്നും കൂടി.
എണ്ണ കമ്പനികൾ ദിനം പ്രതി ഇന്ധനവില വർദ്ധിപ്പിക്കുന്നത് സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇന്ധനവില ഉയർന്നതോടെ പച്ചക്കറിയടക്കം അവശ്യ സാധനങ്ങളുടെയും വില ഉയരുകയാണ്. വില കുറയ്ക്കാനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഈടാക്കുന്ന നികുതി കുറയ്ക്കണമെന്ന് ആവശ്യമുയരുന്നു. +1 സീറ്റ് ഇനിയും വേണം. അപ്പോഴും ഉള്ള സ്കൂളിൽ പഠിപ്പിക്കാൻ ആളില്ല. കുട്ടികൾ നേരിടുന്ന പ്രതിസന്ധികൾ ഇവ. സംസ്ഥാനത്ത് ആകെ 28 സർക്കാർ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് അധ്യാപകരില്ലാതെ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. 2014-2019 കാലയളവിൽ 28 സ്കൂളുകൾക്കാണ് പുതുതായി +2 ബാച്ചുകൾ അനുവദിച്ചത്. പക്ഷേ ഈ സ്കൂളുകളിലൊന്നും സ്ഥിര അധ്യാപക നിയമനം നടത്തിയിട്ടില്ല. മാറ്റിവെച്ച +1 പരീക്ഷ 26-ന്, സമയക്രമത്തിൽ മാറ്റമില്ല. 18-ന് നടത്തേണ്ട പരീക്ഷയായിരുന്നു കനത്ത മഴയെ തുടർന്ന് മാറ്റിവെച്ചത്. പരീക്ഷയുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാകുകയില്ലെന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് അറിയിച്ചു. ഇതോടെ വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി. നമസ്കാരം. കേരളപ്പിറവിയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ? കേരളപ്പിറവിക്ക് ഞാൻ ഒരു കവിത പാടാൻ പോവുകയാണ്. നേരമില്ലുണ്ണിക്കു നേരമില്ല, നേരം പോക്കൊതുവാൻ നേരമില്ല, മുറ്റത്തെ മാവിൻ്റെ തുള്ളിലൊന്നേറുവാൻ മാറിലൊന്നാടുവാൻ നേരമില്ല, തുമ്പിയെ കൊണ്ടൊരു കല്ലെടുപ്പിക്കുവാൻ തുമ്പപ്പൂന്നു പറിച്ചിടുവാൻ, നാലുകാൽ നാട്ടിയൊരോലപ്പുരകെട്ടി കഞ്ഞി വച്ചിടുവാൻ നേരമില്ല, നെല്ലിമരത്തിലെ ക്യാഞ്ഞുന്നെറിയുവാൻ കല്ലെടുത്താലമ്മ കണ്ണൊരുട്ടും, ഊഞ്ഞാലു കെട്ടാൻ തുടങ്ങിയാലമ്മയെ തുടയിലടിക്കുവാനോടിയെത്തും, ഒരു തുള്ളി പുതുമഴ എങ്ങാനും കൊള്ളുകിൽ ഒരുപാടു ചീത്ത പറയുമച്ചൻ, അപ്പുപ്പൻ താണിയോടൊപ്പം നടക്കുകയിൽ അപ്പുപ്പൻ പോലും വഴക്കിടുന്നു, മണ്ണപ്പം ചുട്ടു കളിക്കുവാൻ പാടില്ല, മണ്ണിരയൊന്നു തൊട്ടുകൂടാം, കുയിൽ പാടും നേരം അതു പൊഴി ചൊല്ലുവാൻ, അണ്ണാനോടൊത്തു ചിലച്ചിടുവാൻ, ആമ്പലിൽ പുഞ്ചിരി കണ്ടു രസിച്ചിടു മീനുകളോടൊന്നു മിണ്ടിടുവാൻ, പാടത്തു പോയൊന്നു പട്ടം വരപ്പിക്കാൻ, പാട്ടൊന്നു പാടുവാൻ പാടില്ലത്രേ. നന്ദി. കേരളം കേരളം മനോഹരം, കേരളം കേരളം മനോഹരം, ഒരുമയുള്ള നാടിത്, പെരുമയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, പുഴകളൊഴുകും നാടിത്, മലകൾ തിങ്ങും നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, കേരം തിങ്ങും നാടിത്, നന്മയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്. കേരളം കേരളം മനോഹരം, കേരളം കേരളം മനോഹരം, ഒരുമയുള്ള നാടിത്, പെരുമയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, ഒരുമയുള്ള നാടിത്, പെരുമയുള്ള നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, പുഴകൾ ഒഴുകും നാടിത്, മലകൾ തിങ്ങും നാടിത്, ഞാൻ ജനിച്ച നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്, ദൈവത്തിന്റെ സ്വന്തം നാടിത്. ഹായ് കൂട്ടുകാരെ, എന്റെ പേരാണ് കാശിദ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു.
നവംബർ 1 കേരള പിറവി. ഈ അവസരത്തിൽ നമുക്കൊരു കൊച്ചു പാട്ട് പാടിയാലോ? കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയൊരു നാടാണ്. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയൊരു നാടാണ്. പൂക്കൾ നിറഞ്ഞൊരു നാടാണ്, പുരകൾ നിറഞ്ഞൊരു നാടാണ്. പൂക്കൾ നിറഞ്ഞൊരു നാടാണ്, പുരകൾ നിറഞ്ഞൊരു നാടാണ്. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയൊരു നാടാണ്. പച്ച വിരിച്ചൊരു വയലുകളും പാടി നടക്കും പക്ഷികളും. പച്ച വിരിച്ചൊരു വയലുകളും പാടി നടക്കും പക്ഷികളും. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയൊരു നാടാണ്. ആനകളാറുകളുണ്ടല്ലോ, ആടി നടക്കും മയിലുണ്ട്. ആനകളാറുകളുണ്ടല്ലോ, ആടി നടക്കും മയിലുണ്ട്. എന്തൊരു സുന്ദരമീ നാട്, എന്നും സുന്ദരമെന്നാട്. എന്തൊരു സുന്ദരമീ നാട്, എന്നും സുന്ദരമെന്നാട്. താങ്ക് യു. എന്റെ പേര് നിവേദ്യ എസ്. ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. കേരളം. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. പുഴകൾ നിറഞ്ഞൊരു നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. പച്ച വിരിച്ചൊരു വയലുകളും പാടി തളരും പക്ഷികളും. ആനകളാറുകളുണ്ടല്ലോ, ആടി നടക്കും മയിലുണ്ട്. എന്തൊരു സുന്ദരമീ നാട്, എന്നും സുന്ദരമെന്നാട്. കേരളമെന്നുടെ നാടാണ്, കേരം തിങ്ങിയ നാടാണ്. പുഴകൾ നിറഞ്ഞൊരു നാടാണ്, പൂക്കൾ നിറഞ്ഞൊരു നാടാണ്. നന്ദി. എല്ലാവർക്കും കേരള പിറവി ആശംസകൾ. ഏവർക്കും എന്നെ നമസ്കാരം. എൻ്റെ പേര് നില. ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്നിവിടെ ഞാനൊരു രസകരമായ കഥയാണ് പറയാൻ പോകുന്നത്. നീലിയും ചുണ്ടലിയും. ഒരു ദിവസം നീലി ഒരു വ്യത്യസ്തമായ കാര്യം കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ? ഒരു വിശാലമായ ഗ്രാമമുണ്ടായിരുന്നു. അത് മാലാഖമാരുടേതായിരുന്നു. ഒരു ദിവസം നീലി ഉറങ്ങാൻ നേരത്തെ അമ്മയോട് ചോദിച്ചു, അമ്മേ, നമ്മുടെ വീട്ടിലെന്താ ഇത്രയും മോഷണം? അമ്മ പറഞ്ഞു, നമ്മുടെ വീടിന് മുൻവശത്ത് ഒരു മാളമുണ്ട്. ആ മാളത്തിൽ ഒരു ജീവി താമസിക്കുന്നുണ്ട്. നീലി പറഞ്ഞു, അതെന്താണോ ആ ജീവി? നമുക്കതിനെ കണ്ടുപിടിച്ചാലോ രാത്രിയിൽ? അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, നീ വേഗം കിടന്നുറങ്ങി. നീലി മെഴുകുതിരി അണച്ച് ഉറങ്ങാൻ തുടങ്ങി. അപ്പോൾ ടിക് 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 എന്ന് ശബ്ദം കേട്ടു. നീലി മെഴുകുതിരി കത്തിച്ചിട്ട് നോക്കിയപ്പോൾ ആരുമില്ല. വീണ്ടും അവൾ ഉറങ്ങി. അപ്പോൾ വീണ്ടും ടിക് 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 എന്ന ശബ്ദം കേട്ടു. മെഴുകുതിരി കത്തിച്ചിട്ട് നോക്കിയപ്പോഴോ ഒരു ചുണ്ടലി വെണ്ണ തിന്നുന്നത് കണ്ടു. അങ്ങനെ നീലി പറഞ്ഞു, അപ്പോൾ ഇതായിരുന്നല്ലേ ആ ജീവി എന്ന് പറഞ്ഞ് ഓടാൻ തുടങ്ങി. അവസാനം ചുണ്ടലി നീലിയുടെ കട്ടിലിനകത്തേക്ക് പോയപ്പോൾ നീലി പറഞ്ഞു, നീ എന്ത് വിചാരിച്ചു? നിന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ലെന്നോ? നീലി മന്ത്രശക്തി കൊണ്ട് പറഞ്ഞു, ആ ബർട്ടക്കാബ്രേ. കട്ടിൽ മുകളിലേക്ക് പൊങ്ങി. അപ്പോൾ ചുണ്ടലി പറഞ്ഞു, നിന്റെ അമ്മ പറഞ്ഞത് ഓർമ്മയില്ലേ? നിന്റെ മന്ത്രശക്തി കൊണ്ട് ആരെയും ഉപദ്രവിക്കാൻ പാടില്ല. അത് പറഞ്ഞതും നീലി കട്ടിൽ താഴെയിട്ടു. ചുണ്ടലി ഓടുകയും ചെയ്തു. ചുണ്ടലി മാളത്തിനകത്തേക്ക് പോയത് നീലി കണ്ടു. നീലി ചെറുതായി ആ മാളത്തിലേക്ക് പോയി. അപ്പോൾ ചുണ്ടലി പറഞ്ഞു, നീ എന്നെ ഉപദ്രവിക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ പറഞ്ഞു നീലി, ഞാൻ നിന്നെ എൻ്റെ മന്ത്രശക്തി കൊണ്ട് ഒന്നും ചെയ്തില്ല, ഞാൻ സ്വയം ചെറുതാക്കുകയാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ ചുണ്ടലി അത് കേട്ടുകൊണ്ട് നിന്നു. പെട്ടെന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി. അവിടെ ഒരു 3 മുറികളുണ്ടായിരുന്നു. അതിൽ അവർ ഓടാൻ തുടങ്ങി.
ഒരാൾ ഒരു മുറിയിൽ പോകുമ്പോൾ മറ്റൊരാൾ മറ്റൊരു മുറിയിൽ പോകുന്നു. അങ്ങനെ നീലി ചുണ്ടലിയെ പിടിച്ചു. പക്ഷേ നീലിയുടെ കയ്യിൽ നിന്ന് ചുണ്ടലി പോയി. ചുണ്ടലി മാളത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയതും അമ്മ ഒരു കൂട് കൊണ്ട് അതിനെ പിടിച്ചു. നീലി പറഞ്ഞു, ഹയ്യടാ ഹയ്യേ, നമ്മൾ ചുണ്ടലിയെ പിടിച്ചേ. അപ്പോൾ നമസ്കാരം, ഞാൻ ദിയ ജനകൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. കേരള പിറവി ദിനാഘോഷത്തിന്റെ ഭാഗമായി ശ്രീ ഓൻവി കുറുപ്പിന്റെ എന്റെ മലയാളം എന്ന കവിതയാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. എത്ര സുന്ദരം ഇത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിരങ്ങൾ കൊരുത്തൊരു പൊന്നു നൂൽ പോലെ, മണ്ണിൽ വീണു കുരുത്ത നിന്മണി വിത്തു മുള പൊട്ടി, മിന്നുമീരില വീശിടുമ്പോൾ എത്ര ഈരടികൾ, മണ്ണിൽ വേപ്പു വിതച്ച വട്ടൻ ഈണമായി വന്നു, അന്നു പാടിയ പാട്ടിലൂഞ്ഞാലാടി മലയാളം, കൊഞ്ചലും കുറുമുറികളും പോയി കഥകൾ പലതോതി, നെഞ്ചടച്ചൊരു ഗുരു വളർത്തിയ കിളിമകൾ പാടി, ദേവദൈത്യ മനുഷ്യവർഗ മഹാചരിത്രങ്ങൾ തേക്കിനെയും വാക്കിലോതി വളർന്നു മലയാളം. എത്ര സുന്ദരം ഇത്ര സുന്ദരം എന്റെ മലയാളം, മുത്തുപവിരങ്ങൾ കൊരുത്തൊരു സ്വർണ്ണ മാലിക പോൽ, എത്ര സുന്ദരം എത്ര സുന്ദരം എന്റെ മലയാളം. എല്ലാവർക്കും എന്റെ കേരള പിറവി ആശംസകൾ. നന്ദി, നമസ്കാരം. നമസ്കാരം, എന്റെ പേര് ആദിശ്രീയ. ഞാൻ മദന്യ സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. നമ്പർ 1 കേരള പിറവി. അതുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടാനാണ് ഞാൻ പോകുന്നത്. ചന്ദനം സുഗന്ധമേറിയ സുന്ദരോദയ കേരളം, അതിസുന്ദരോദയ കേരളം, വന്ദനം വസന്തമോദിയ ചന്ദ്രികോദയ കേരളം, അതിചന്ദ്രികോദയ കേരളം, ചന്ദനം സുഗന്ധമേകിയ സുന്ദരോദയ കേരളം, അതിചന്ദ്രികോദയ കേരളം, സ്വാതി സംഗീത വീണയിൽ സ്വരരാഗമുഴുകിയ കേരളം, സ്വരരാഗമുഴുകിയ കേരളം, കേരളം മലർമാസമാനസം കേരളം, പുഴപാടുമീനവൻ കേരളം, നീലസാഗരവീഥിയും സഹ്യമരതകൾ സാരവും, നീലസാഗരവീഥിയും സഹ്യമരതകൾ സാരവും, വീരപഴശ്ശി സൂര്യകഥകൾ ചൊല്ലിയുണരും കേരളം, വീരപഴശ്ശി സൂര്യകഥകൾ ചൊല്ലിയുണരും കേരളം, സ്വകാരന്തനി മധുരം പൂമാരം മണിമകുടം, നാരായണ തിരുമുറയും നാടാകെ കലവിരുദം, ചന്ദനം സുഗന്ധമേകിയ സുന്ദരോദയ കേരളം, അതിസുന്ദരോദയ കേരളം, വന്ദനം വസന്തമോദിയ ചന്ദ്രികോദയ കേരളം, അതിചന്ദ്രികോദയ കേരളം, അതിചന്ദ്രികോദയ കേരളം. എല്ലാവർക്കും എന്റെ കേരള പിറവി ആശംസകൾ. നന്ദി. കാടും പുഴകളും തോടും മോടിക്കൂടും മലരണിക്കാടും, നീളെ കളകളം പാടും കാട്ടുചോലയുമാം നിമേടും, വെള്ളിയരഞ്ഞാണ് പോലെ ചുറ്റും തുള്ളിക്കളിക്കും കടലും, കായലും നിലം
ആർത്തി നിന്നാടും കുഞ്ഞു കേരമരതകത്തൊപ്പും നീലെ കുളിരൊളി തിങ്ങേ എൻ്റെ കേരളമെന്തൊരു ഭംഗി. നന്ദി. നമസ്കാരം, എൻ്റെ പേര് വൈദേഹി മാധവ്. ഞാൻ ഇന്ന് നവംബർ 1 ഒരു പാചകം ചെയ്യാനാണ് പോകുന്നത്. ഒരു രുചികരമേറിയ വിഭവം. കേരങ്ങളുടെ നാടാണല്ലോ കേരളം. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് നമുക്ക് തേങ്ങ കിട്ടും. ഈ തേങ്ങ കൊണ്ട് നമുക്കൊരു വിഭവം ഉണ്ടാക്കാം, കോക്കനട്ട് ലഡു. അപ്പോൾ ഇത് കുട്ടികൾക്ക് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇത് വെറും 3 ചേരുവകൾ മാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ഇതിൽ എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നോക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് അഥവാ ഉണങ്ങിയ തേങ്ങ, പിന്നെ കുറച്ച് പൊടിച്ച പഞ്ചസാര, പിന്നെ മിൽക്ക് മെയ്ഡ്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഒരു 1/4 ഭാഗം ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കാം. അതിനുശേഷം ഇതിന് ആവശ്യത്തിന് പഞ്ചസാര നമുക്ക് എത്ര വേണോ അത്രയും ചേർക്കാം. പിന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ഇതിനെ കുഴയ്ക്കാം. നമ്മൾ വെള്ളമായിട്ടല്ല, മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. നമുക്കിനി ഉരുട്ടിയെടുക്കാം. ഇനി നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിനകത്ത് ഇതുപോലെ നമ്മളുടെ കോക്കനട്ട് ലഡു ഇതാ റെഡി ആയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ നക്ഷത്ര. ഞാൻ മദന്യ പബ്ലിക് സ്കൂളിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ നമ്മുടെ കേരളം ഇന്നലെ, ഇന്ന്, നാളെ എന്നുള്ള വിഷയത്തെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കേരളത്തിങ്കം നാടാണ് കേരളം. പരശുരാമൻ മഴ ഇറങ്ങി നേടിയ നാടാണ് കേരളം എന്നാണ് ഐതിഹ്യം. 1956 നവംബർ 1 കേരളം രൂപീകരിക്കപ്പെട്ടത്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. കേരളത്തിന് ഇന്ന് 14 ജില്ലകളാണ് ഉള്ളത്. പാടുന്ന പുഴകളും തോടും മലരണി കാടുകളും മലകളും തെങ്ങിൻ തോപ്പുകളും ഒക്കെയാണ് കേരളത്തിന്റെ പ്രകൃതി ഭംഗികൾ. ഈ പ്രകൃതി ഭംഗിയെ പറ്റി വർണ്ണിക്കാത്ത കവികളില്ല. കഥകളി, മോഹിനിയാട്ടം, തെയ്യം, തിരുവാതിര ഒക്കെയാണ് കേരളത്തിന്റെ കലാരൂപങ്ങൾ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ജാതി മതഭേദങ്ങളില്ലാതെ സഹോദരന്മാരെ പോലെ വസിച്ചിരുന്ന ഒരു നാടായിരുന്നു കേരളം. എന്നാൽ ഇന്ന് ജാതി മതഭേദങ്ങളെ പറ്റി പറഞ്ഞ് തമ്മിലടിക്കുകയാണ് എല്ലാവരും. കേരളം എന്ന് കേൾക്കുമ്പോഴേക്കും ഓരോ മലയാളികളുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ഒരു ചൊല്ലുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാട്. എന്നാൽ ഇപ്പോൾ കേരളം ആ ചൊല്ലിനെ അർഹിക്കുന്നുണ്ടോ? ഇപ്പോൾ സകല കൊള്ളരുതായ്മകളുടെയും സ്ത്രീ പീഡനങ്ങളുടെയും അഴിമതികളുടെയും നാടാണ് കേരളം. ഇപ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാടെന്നല്ല, ചെകുത്താന്മാരുടെ സ്വന്തം നാട് എന്ന് പറയാനാണ് തോന്നുക. മരങ്ങൾ മുറിച്ചു മാറ്റുകയും പുഴകളിലും മറ്റും മാലിന്യങ്ങൾ ഒഴുക്കുകയും ചെയ്ത് നാം തന്നെ വരുത്തിവെച്ച ധാരാളം ദുരന്തങ്ങളുണ്ട്. പ്രളയത്തിൽ നിന്നും കൊറോണയിൽ നിന്നൊന്നും നാം ഇതുവരെ കരകയറിയിട്ടുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഭാവി കേരളത്തിൽ തീർച്ചയായും കൃഷിനാശവും കൊറോണ പോലത്തുള്ള മറ്റു മഹാമാരികളും വന്ന് നമ്മുടെ കേരളം പിളരും. അതിനാൽ ഭാവി കേരളത്തെ പഴയതുപോലെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റാൻ നാം ഒരുമിച്ച് പ്രവർത്തിക്കണം. ബാലനാരായണൻ നായർ സാർ എഴുതിയ സുന്ദര കേരളം എന്ന കവിതയുടെ ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. കേരളം ചെറുതല്ല, ഭിന്നമാം മതങ്ങൾക്കോ താവളം, കലാപര സംസ്കാര സേവാദളം, കേരവും മന്ദാരവും പൂകവും പുന്നാകവും കേവലം ചുവടുത്തു നിൽക്കും ഈ മലനാട്ടിൽ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും യഹൂദനും ഒന്നുപോൽ പുലരും ഇതിത്രയോ ശതാബ്ദമായി. അവർ തൻ സഹോദര നിർവിശേഷമാം സ്നേഹം നിവ
വന്ദേ മാതരം വന്ദേ മാതരം സുജലാ ശുഭലാ മലയജ ശീതളാ സസ്യശ്യാമളാ മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്ന പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. നമസ്കാരം. ഏവർക്കും നന്ദി രേഖപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഇന്നത്തെ ദൗത്യം. അതിനു മുമ്പ് ഒരു കാര്യം, ഇന്ന് നവംബർ 1 കേരളപ്പിറവി ദിനം. കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് 2 വാക്കുകൾ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേരളത്തെ പറ്റിയും മലയാള ഭാഷയെ പറ്റിയും നമ്മുടെ സംസ്കാരത്തെ പറ്റിയും ഒരു മലയാളി എന്ന നിലയിൽ നാം അഭിമാനത്തോടെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം രൂപീകൃതമായത്. തിരുക്കൊച്ചി, തിരുവിതാംകൂർ, മലബാർ എന്നിങ്ങനെ 3 നാട്ടുരാജ്യങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിൽ ഏകോപിപ്പിച്ചാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചത്. മറ്റെന്തിനുമുപരി മനുഷ്യത്വം ഉയർത്തിപ്പിടിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക മുന്നേറ്റം ശക്തിപ്പെടുത്താൻ നമുക്കാകണം. നമ്മുടെ ഭാഷയും സംസ്കാരവും മുറുകെ പിടിച്ചു തന്നെ ഇന്ത്യയുടെ വൈവിധ്യത്തിലെ ഏകത്വത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. ഇന്ന് കേരളത്തിന്റെ 65ാമത് പിറന്നാളാണ്. ഇനി എന്റെ ദൗത്യത്തിലേക്ക് കടക്കാം. മലയാളം ഫെസ്റ്റ് 2021 ഇത്രയും വിജയകരമാക്കിയ, മനോഹരമാക്കിയ ഏവർക്കും ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സർ, വൈസ് പ്രിൻസിപ്പൽ, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകർക്കും എൻ്റെ പ്രിയ കൂട്ടുകാർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ മികച്ച പിന്തുണ നൽകി നമുക്ക് സഹായിച്ച നമ്മുടെ രക്ഷിതാക്കൾക്കും ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. മലയാളം ഫെസ്റ്റ് 2021 നേരിട്ടോ അല്ലാതെയോ പങ്കെടുക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്ത ഏവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ എന്റെയും സ്കൂളിന്റെയും വക ഞാൻ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏവർക്കും കേരളപ്പിറവി ആശംസകൾ ഞാൻ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.